പ്രിയപ്പെട്ട 4 കുട്ടികളുടെ വിയോഗത്തിന് ശേഷം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് വീണ്ടും തുറക്കും. 9 മണിക്ക് അനുശോചന യോഗം ചേരും. തുടർന്ന് ക്ലാസുകൾ ആരംഭിക്കും. കുട്ടികൾക്ക് ആവശ്യമായ പ്രത്യേക കൗൺസിലിംഗ് നൽകാനും തീരുമാനമുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പനയമ്പാടത്തെ അപകട പാതയിൽ ലോറി ദേഹത്തേക്ക് മറിഞ്ഞ് 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ 4 പേർ മരിച്ചത്. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, ആ വിയോഗ വാർത്ത നമ്മളൊക്കെ കണ്ണീരടക്കാതെ കണ്ടുകൊണ്ടിരുന്നും പറഞ്ഞുകൊണ്ടിരുന്ന വാർത്തയാണ്. അതിനുശേഷം സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ എത്തി അവരൊക്കെ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ആഘാതം ആ കുട്ടികളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ കൗൺസിലിംഗ് അടക്കമുള്ള സാന്നിധ്യമൊക്കെ അവിടെ ഉണ്ടെന്നറിയുന്നു. അപ്പോൾ സ്കൂൾ ഇന്നിപ്പോൾ വീണ്ടും തുറക്കും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് 9 മണിക്ക് സർവകക്ഷി അനുശോചന യോഗത്തോടു കൂടിയായിരിക്കും സ്കൂൾ തുറക്കുക. അനുശോചന യോഗത്തിന് ശേഷമായിരിക്കും അധ്യയന ക്ലാസുകളൊക്കെ തന്നെ ആരംഭിക്കുക. അനുശോചന യോഗത്തിൽ ജനപ്രതിനിധികൾ കൂടാതെ സ്കൂൾ അധികൃതരൊക്കെ തന്നെ പങ്കെടുക്കും. അതിനുശേഷം കുട്ടികളൊക്കെ ക്ലാസ്സുകളിലെത്തി പിന്നീട് ക്ലാസുകൾ ആരംഭിക്കും. ഈ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുറക്ക് നടക്കുമെന്നാണ് സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഈ അപകടത്തെ തുടർന്നുണ്ടായ വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് കൈമാറും. കളക്ടർ ഇത് തിരുവനന്തപുരത്തെ യോഗത്തിൽ ഒരുപക്ഷെ ഇത് അവതരിപ്പിക്കുകയും ചെയ്യും. പ്രധാനമായും ഈ അപകടങ്ങൾ തടയുന്നതിന് വേണ്ടി, അതായത് ഈ പ്രദേശങ്ങളിൽ ഈ അടുത്ത കാലത്തായി ഉണ്ടായ അപകടങ്ങളിലൊക്കെ തന്നെ നിരവധി ജീവനുകൾ നഷ്ടമായിരുന്നു. ഇതിന്റെ സഹിതങ്ങളൊക്കെ ആയിരിക്കും ഈ റിപ്പോർട്ടുകളിൽ ഉണ്ടാവുക. പ്രധാനമായും ഈ അപകടങ്ങൾ തടയുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളും ഈ റിപ്പോർട്ടുകളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി.